ഇപ്പോൾ OnePlusന്റെ OnePlus Pad 2 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Pad 2 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Pad 2 Proയിൽ 13.2 ഇഞ്ചിൻ്റെ 3.4K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3392x2400 ആണ്. അപ്പം അത്യാവശ്യം നല്ല റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 37,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD പാനലാണ് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. അത് ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 89.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ടാബിൽ വരുന്നത്. ഇതിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 7:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഇത്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 675 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.97 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ എക്സ്റ്റേണൽ കീബോർഡിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത് അതാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം 37,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം മികച്ച പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബ് പെട്ടെന്ന് ഈറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 34,857 mm² ആണ്. അപ്പം അത്യാവശ്യം വലിയൊരു VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 8 സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. പക്ഷേ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 12,140 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3,199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 37,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. ബാക്കി ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ടാബ് എന്ന് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബിൻ്റെ വില കുറച്ചും കൂടി ഒന്ന് കൂടിയേക്കാം. ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും OnePlusൻ്റെ OnePlus Pad 2 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.